മെട്രോമാൻ ഇ ശ്രീധരന്റെ അതിവേഗ റെയിൽ പാത പദ്ധതിയോട് UDF സർക്കാരിന് അനുകൂല സമീപനം. DPR പരിശോധിച്ച് 2 ആഴ്ചയ്ക്കകം പദ്ധതിയിൽ മന്ത്രിസഭ തീരുമാനമെടുക്കും. അധികാരത്തിൽ നിന്ന് പോയെന്ന് കരുതി പദ്ധതിയെ എതിർക്കില്ല എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. എന്നാൽ പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെ പദ്ധതിയുമായി മുന്നോട്ടു പോയാൽ എതിർക്കുമെന്നും വീണ്ടും സമരം കാണേണ്ടി വരുമെന്നും സമരസമിതി മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ 23 സ്റ്റേഷനുകൾ, 473.20 കിലോമീറ്റർ നീളമുള്ള KHSR ഇരട്ടപ്പാത. പാത ബന്ധിപ്പിക്കുന്നത് കണ്ണൂർ ഒഴികെയുള്ള കേരളത്തിലെ 3 വിമാനത്താവളങ്ങളെ. തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്കുള്ള ആകെ യാത്രാ സമയം 3.5 മണിക്കൂർ. 800 പേർക്ക് ഇരിക്കാവുന്ന 12 കോച്ചുകളുള്ള ട്രെയിനുകൾ. പരമാവധി വേഗം മണിക്കൂറിൽ 200 കിലോമീറ്റർ. മെട്രോമാൻ ഇ ശ്രീധരന്റെ അതിവേഗ റെയിൽപാതയുടെ പ്രധാന സവിശേഷതകൾ ഇവയെല്ലാമാണ്. മുൻ LDF സർക്കാർ മുന്നോട്ടുവെച്ച സിൽവർ ലൈൻ ഉപേക്ഷിച്ചതോടെ ബദൽ പദ്ധതിക്കുള്ള ശ്രമത്തിലാണ് UDF സർക്കാർ. ഇ ശ്രീധരന്റെ പദ്ധതിയോട് അനുകൂല സമീപനമാണ് സർക്കാരിനുള്ളത്. സ്ഥലമേറ്റെടുക്കൽ കുറവായത് നേട്ടമെന്നാണ് വിലയിരുത്തൽ. DPR പരിശോധിച്ച് ബദൽ റിപ്പോർട്ട് സർക്കാർ കേന്ദ്രത്തിന് നൽകുമെന്നാണ് സൂചന. സർക്കാർ പിന്തുണ ലഭിച്ചാൽ കേന്ദ്ര അനുമതി എളുപ്പമാകുമെന്ന വിലയിരുത്തലിലാണ് DMRC. അതിവേഗ റെയിൽ പദ്ധതിയെ എതിർക്കേണ്ടെന്ന നിലപാടിലാണ് CPIM. പദ്ധതി വേണമെന്നതാണ് പാർട്ടി നിലപാടെന്നും അധികാരത്തിൽ നിന്ന് പോയെന്ന് കരുതി പദ്ധതി വേണ്ടെന്ന് പറയില്ലെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കേരളത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ് അതിവേഗ റെയിൽ. അതിപ്പോൾ ഞങ്ങളുടെ കാലത്തായില്ല എന്നുള്ളതുകൊണ്ട് ഇനി ഒരിക്കലും ആവാൻ പാടില്ല എന്നുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല. അതിവേഗ റെയിൽപാത അല്ലെങ്കിൽ അർദ്ധ വേഗ റെയിൽപാത ഏതായാലും അത് പ്രത്യേകമായിട്ട് തന്നെ പോകണം എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. എന്നാൽ പാരിസ്ഥിതികാഘാത പഠനം നടത്താതെ പദ്ധതിയുമായി മുന്നോട്ടു പോകരുതെന്ന നിലപാടിലാണ് കേരയിൽ വിരുദ്ധ സമരസമിതി. ഞങ്ങളുടെ നിലപാട് ഇത് വയബിളല്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ അത് പാരിസ്ഥിതികമായോ സാമ്പത്തികമായോ സാമൂഹികമായോ പ്രത്യാഘാതമുണ്ടാക്കുന്നതാണെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള സ്റ്റാൻഡേർഡ് ഗേജ് സ്റ്റാൻഡ് അലോൺ ആണെങ്കിൽ ഞങ്ങൾ അതിനെതിരെ നിലപാടെടുക്കേണ്ടി വരും. എന്തായാലും ഇതെന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശനെ നേരിൽ കണ്ട് ഇ ശ്രീധരൻ പദ്ധതി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. DPR തയ്യാറാക്കിയെങ്കിലും മണ്ണ് പരിശോധനയും ഭൂമിയുടെ അളവെടുക്കലും പൂർത്തിയാക്കണമെങ്കിൽ സർക്കാർ പിന്തുണ ആവശ്യമാണ്. 86,000 കോടി രൂപയാണ് നിലവിൽ പദ്ധതിക്കായി പ്രതീക്ഷിക്കുന്ന നിർമ്മാണ ചെലവ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.